ഈ ഫ്രീബി രാഷ്ട്രീയം ഒരു നമ്മളെന്താ പറയാ ഒരു കുറച്ചുകൂടി ഗ്രാജുവലി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന രാഷ്ട്രീയം. നമ്മളിപ്പം 1000 രൂപ കൊടുക്കുന്നു, 1000 പേര് ഇങ്ങനെ സാധനം കൊടുക്കുന്നു. ഇത് പറഞ്ഞ പോലെ സൈക്കിൾ, ലാപ്ടോപ്പ്, TV, ഇതെല്ലാം തമിഴ്നാട് രാഷ്ട്രീയം. ഇത് തമിഴ്നാട്ടിലാണ് ഈ രാഷ്ട്രീയം. തമിഴ്നാട്ടിൽ ഈ രാഷ്ട്രീയത്തിന്റെ ഒരു ഏരിയയാണ് തമിഴ്നാട് എന്ന് വെച്ചാൽ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഈ ഫ്രീബി രാഷ്ട്രീയം. അത് കേരളത്തിൽ കിറ്റ് രാഷ്ട്രീയം വന്നു. പിന്നെ ഇപ്പം ആരും മോശമല്ല. BJP ബംഗാളിലും ഈ സെയിം ഫ്രീബി രാഷ്ട്രീയം ഉണ്ട്. മഹാരാഷ്ട്രയിലും BJP എല്ലാ സ്ത്രീകൾക്കും എനിക്ക് തോന്നുന്നത് 2000 രൂപയോ അങ്ങനെ എന്തോ. ഇത് കണ്ട് രാഹുൽ ഗാന്ധി ഒന്നുകൂടി കയറ്റി പറഞ്ഞു. ഞാൻ കുറച്ചുകൂടി കൂട്ടി പറയുന്നു 1 ലക്ഷം പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന് മുട്ട് ചെയ്തില്ല. എനിക്കൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. കാരണം പറഞ്ഞൊന്നും കിട്ടുന്നില്ല. ഇതൊരു മത്സര ഈ ഫ്രീബി രാഷ്ട്രീയം എന്നുള്ളത്. ഇപ്പം ആം ആദ്മി ഈ ഫ്രീബി രാഷ്ട്രീയം പല രീതിയിലാണ് വരിക. ഇപ്പൊ അത് സ്ത്രീകൾ എന്നൊരു വോട്ട് ബാങ്കാ. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി ബസ് ഫ്രീ, മെട്രോ ഫ്രീ, ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവം. പിന്നെ തമിഴ്നാട്ടില് ബസ് ഫ്രീ, കർണാടകയിൽ ഇപ്പോഴും ബസ് ഫ്രീ. ഞാൻ കുറച്ചു മുന്നേ പോയപ്പോ വരെ ഫ്രീ ആയിരുന്നു. ഇപ്പോഴുണ്ടെന്നാണ് എനിക്കൊരു കൺഫ്യൂഷൻ. KSRTC പബ്ലിക് സെക്ടർ മറ്റു ശരിയല്ല. പിന്നെ കേരളത്തിൽ ഇപ്പൊ ബസ് ഫ്രീ ആക്കുന്നു. ഇപ്പൊ കണക്കെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ജെൻഡർ അതൊരു പ്രശ്നമാണ്. ഇപ്പം സാമ്പത്തികമുള്ള സ്ത്രീകളും ഉണ്ടാവും, സാമ്പത്തികം ഇല്ലാത്ത സ്ത്രീകളും ഉണ്ടാവും, ഒരു സാമ്പത്തികമുള്ള ആണുങ്ങളും ഇല്ലാത്തവരുണ്ടാവും. എല്ലാവർക്കും ഫ്രീ എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ്. നിങ്ങൾ വേറെ രീതിയിൽ അതിനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾ 60 വയസ്സോ പ്രായം വെച്ചിട്ടോ അല്ലെങ്കിൽ വരുമാനം അതന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത് ആളുകളോട് പറഞ്ഞു പോയല്ലോ ഒരു നിർബന്ധമുള്ള രീതിയിൽ കൊടുക്കണം എന്നില്ല. ഇങ്ങനെ കാരണം തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെ സ്റ്റാലിന് നടപ്പാക്കി നഷ്ടത്തിലായി. അപ്പൊ ടിക്കറ്റ് ചാർജ് കൂട്ടി. ഈ കൂട്ടുന്ന ചാർജ് ആണുങ്ങളാണ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ വ്യാപകമായി ആണുങ്ങളെ ഗ്രാജുവലി ആണുങ്ങളുടെ തലയിലാണ് ഈ ബേർഡൻ വരുന്നത്. ഇനി ഇവിടെ കണ്ടു തന്നെ അറിയണം. ഇപ്പൊ ഈ ഞായറാഴ്ച പോലല്ലേ ജെൻഡർ ടിക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ജെൻഡർ ടിക്കറ്റിംഗിൽ ഇപ്പൊ തന്നെ കേറിയ പെൺപിള്ളേർക്കും ആമ്പിളർക്കും ഫീമെയിൽ മെയിൽ എനിക്ക് തോന്നുന്ന വരുമാനം അത് എത്രത്തോളം നഷ്ടം എത്രത്തോളം സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കണക്കെടുപ്പാന്നാ പറഞ്ഞത്. അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് അവരൊന്നുമില്ല? അവരിപ്പോ ട്രാൻസ്ജെൻഡർ ആയാലും ആണുങ്ങളും പെണ്ണുങ്ങളും മാറി വരുന്നുണ്ടല്ലോ. ആവശ്യമില്ല എന്ന് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ പ്രായപരിധി എന്തായാലും പറഞ്ഞു പോയി. ജയ് പറഞ്ഞ പോലെ പറഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ പ്രായപരിധി വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇവര് പൊതുവെ വാഗ്ദാനം നടപ്പാക്കാറില്ലല്ലോ. ആളുകൾ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പൊ ബംഗാളിൽ ഇതേപോലെ തന്നെ ബസ്സിൽ ഫ്രീ ആക്കുന്നുണ്ട്. ഇന്നലെ തൊട്ട് എങ്ങാണ്ട് BJP ഭരിക്കുന്ന സ്ഥലം. ഇതെല്ലാം മധ്യപ്രദേശ്. ഈ ഫ്രീബി രാഷ്ട്രീയം അത്രയും ഒരു ട്രെൻഡായി, അത് നിർബന്ധമായി. ഒരാൾ 1000 പറഞ്ഞാൽ നമ്മൾ ലേലം വിളിക്കുന്നു, 1000 പറയുന്നു, 1000 പറയുന്നു. ഇതിനൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ആളുകള് ഫസ്റ്റത്തെ കാര്യം നിങ്ങളൊരു പാർട്ടിനോട് ഡിപ്പെൻഡന്റ് ആവും. ആരാ കൂടുതൽ പൈസ തരുന്നത് ആ പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യേണ്ട അവസ്ഥ. മുതലെടുപ്പ് പോലെയോ? നിങ്ങൾ പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്നത് അതുപോലെ തന്നെ. ഞാൻ നിങ്ങൾക്ക് മാസം 2000 തരാന്ന് പറയുന്നു. ഇപ്പൊ വിജയ് ഗ്യാസ് പറയുന്നുണ്ട്. പിന്നെ ഫ്രീ കിട്ടുന്ന KSRTC കേരളത്തിലുള്ള എല്ലാ സാധനങ്ങളും പറയുന്നുണ്ട്. അതിന് പുറമെ ഗ്യാസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ സ്വർണ്ണം ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് എനിക്ക് ഓർമ്മയില്ല. അത്രയും ഉണ്ട്. വിജയുടെ ഫ്രീബികൾ 2 പേജോളം ഉണ്ട്. അത്ര എന്തൊക്കെയോ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ജനങ്ങളുടെ പണം വേണ്ട എന്നാണ് പക്ഷെ അതൊക്കെ കാരണം ഗവൺമെന്റിന് വരുമാനം വേണം. അപ്പൊ ഇങ്ങനെ ഫ്രീബി കൊടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചിന്തിച്ചാൽ ആ ഒരു ആളുകളെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇത് ഡിപ്പെൻഡന്റ് ആക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് എന്ന് മുതലെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഈ നമ്മളിപ്പോ ഒരു 2000 കോടി നമ്മളിപ്പോ ആളുകൾക്ക് കൊടുക്കുന്നതും ആ 2000 കോടി വെച്ചിട്ട് നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കമ്പനി നാട്ടിലുണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അതിനെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വരുമാനം ഉണ്ടാക്കും. അത് കാലങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും. നമുക്കത് ഗുണകരമാണ്, ആളുകൾക്ക് ഉപയോഗമാണ് എല്ലാ. പക്ഷേ നമ്മൾ ഈ പണം ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് തീരുമാനം ഞാൻ പറഞ്ഞില്ല. തമിഴ്നാട്ടിലുള്ള എല്ലാ ലാപ്ടോപ്പും ഈ തമിഴ്നാട്ടിൽ ഉള്ള എല്ലാ ലാപ്ടോപ്പുകളും കേരളത്തിലെ മാർക്കറ്റിലെത്തി. അത് അവിടുന്ന് ആളുകൾ വിൽക്കുന്നുണ്ട്, കുറച്ച് വിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. അല്ല ലാപ്ടോപ്പ് അവിടെ യൂസ് ചെയ്യുന്നില്ല. അവരത് വിറ്റ് ആ പൈസക്ക് കൂട്ടി വേറെ നല്ല ലാപ്ടോപ്പ് വേറെ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോബ്ലം ആളുകളെ ഈ പറയുന്ന പോലെ പിന്നെ ഇതൊരു സോഷ്യലിസ്റ്റിക് പരിപാടിയാണ്. ആളുകൾക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ആളുകൾ ആക്ച്വലി കോമ്പീറ്റ് ചെയ്യാൻ പഠിക്കണം. ആളുകൾ സമൂഹത്തിൽ കോമ്പീറ്റ് ചെയ്യണം, സ്വയം വരുമാനം ഉണ്ടാകും, അവർ ചൂസ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള എടുക്കണം. അതിനുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കണം. അതൊരു തെറ്റായ രീതിയാണ്. ഞാൻ പറഞ്ഞില്ലേ ചാരിറ്റി, ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ കേരളത്തിൽ ഈ ബസ്സിൻ്റെത് ഇപ്പൊ നീ സംഭവിക്കാൻ പോകുന്ന KSRTC പകുതി സ്ത്രീകളെ ഇതാക്കുന്നു. അപ്പം സ്വകാര്യ ബസ് തകരും. കാരണം അവർക്ക് എല്ലാവരും ഇതിൽ കയറും. സ്വകാര്യ ബസ്സിന്റെ വ്യവസായത്തിൽ പ്രശ്നം വരും. ഇപ്പൊ തന്നെ ഓൾറെഡി സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രശ്നം. കാരണം പകുതിയോളം യാത്ര നമ്മൾ 1:1 ആണല്ലോ ഈ സ്ത്രീകളുടെ ഇത്. അപ്പൊ നമ്മൾ ഒരു പകുതിനുള്ളിൽ സ്ത്രീകൾ KSRTCയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വരുമാനം കുറയും. അപ്പൊ ഇത് സംഭവിക്കുക ഗ്രാജുവലി ഈ വ്യവസായത്തെ തുറങ്ങ വെക്കുന്ന ഒരു പരിപാടിയാണ്
കട്ടപ്പുറത്താവും, കട്ടപ്പുറത്താവും. ഇതുപോലെയാണ് വിജയിന്റെ ഇഷ്ടമാണ്. വിജയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വിജയ് എല്ലാ കുടുംബത്തിനും 6 ഗ്യാസ് എങ്ങാണ്ട് ഒരു കൊല്ലത്തേക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്ക് 6 ഗ്യാസ്. തമിഴ്നാട് ടോട്ടൽ ഏകദേശം ഒരു 2 കോടി എനിക്ക് തോന്നുന്നു 1.63 crore ആണ്. 2011 സെൻസസിലാണ്. ചിലപ്പോൾ ഡബിൾ ആയിട്ടുണ്ടാവും. എന്തായാലും 2 കോടി എന്നാൽ ഇപ്പൊ ആണെങ്കിൽ സെൻസസിൽ 1.5 ആണെങ്കിൽ ഇപ്പൊ ഒരു 2.5 കോടി 3 കോടിയോളം 4 കോടിനുള്ളിലായിട്ട് കുടുംബങ്ങളുണ്ട്. കുടുംബങ്ങൾ ഈ കുടുംബങ്ങൾക്ക് 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് 6 ഗ്യാസാ. ഒരു ഗ്യാസിന് 1000 രൂപ വില കൂട്ടിക്കോ, 1000 രൂപ. അപ്പൊ 6 ഗ്യാസ് ഒരു കൊല്ലത്തേക്ക് പറഞ്ഞാൽ 6000. ഈ 6000 ഇൻറ്റു ഇത്ര കോടി 4 കോടി കൂട്ടി കഴിഞ്ഞാൽ എത്ര ബേർഡൻ വരുന്നുണ്ട് ആലോചിച്ചു. ഇതെനിക്കറിയില്ല വിജയ് എങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് പൈസ വേണ്ടെന്നിട്ട് കാര്യമില്ല. ഗവൺമെന്റ് എന്ത് വെച്ചാൽ ഗവൺമെന്റ് ബിസിനസ് നടത്തണം. ഗവൺമെന്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക. അത് ഗവൺമെന്റിനെ ഉണ്ടാക്കണമെന്നില്ല, അത് പ്രൈവറ്റിന് കൊടുക്കാം, ഉണ്ടാക്കാം, എന്നിട്ട് അതിന്റെ വരുമാനങ്ങൾ എടുക്കാം. ബാക്കിയെല്ലാം ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ആളുകൾ അത് യൂസ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാറ്റാം. അല്ലാതെ നിങ്ങളൊരിക്കലും ബൈപ്പാസ് ചെയ്ത് നിങ്ങളൊരു സൗകര്യം ഉണ്ടാക്കി. ശരിക്കും ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഒരു സൗകര്യം ഉണ്ടാക്കണം. ഈ സൗകര്യം യൂസ് ചെയ്ത് ആളുകൾ സാമ്പത്തികമായി പല കാര്യങ്ങളും ചെയ്ത് സാമ്പത്തികം ഉണ്ടാക്കണം. ഇത് ചെയ്യാൻ മടിയായിട്ട് ഗവൺമെന്റ് ഡയറക്റ്റ് ആളുകൾക്ക് പൈസ കൊടുക്കുന്നത്. ഈ ബൈപ്പാസ് ചെയ്യുന്ന പരിപാടി ആക്ച്വലി നിർത്തണം. ഇതൊക്കെ സോഷ്യലിസത്തിന്റെ ആളുകൾക്കും വെറുതെ കിട്ടിയാലും വേണ്ടെന്ന് അറിയില്ല. ചുമ്മാ നിങ്ങൾക്ക് 2000 രൂപ തരുമ്പോ ഞാനാണെങ്കിൽ ചുമ്മാ 2000 രൂപ നിങ്ങൾക്ക് തരാമെന്നുണ്ടാവും. ഈ മാനസികാവസ്ഥ ആളുകൾ വളരും. നമ്മൾ ചിലപ്പോ വാശി പിടിച്ച് കുറച്ചു കാലം വാങ്ങൂല, പിന്നെ ഇതിങ്ങനെ കിട്ടുമ്പോൾ സാമ്പത്തികം നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ കിട്ടിക്കോട്ടെ ആയിരിക്കും. ഈ മാനസികാവസ്ഥ ആളുകളിലേക്ക് പടരും. അത് പടരാൻ ഒഴിവാക്കണം. അതെ, ആളുകളുടെ അവസ്ഥയെ ചൂഷണം ചെയ്യണം. ഇപ്പൊ ആൾക്കാർ പൈസയാണ് ഇപ്പൊ എല്ലാവരുടെയും അതൊന്നും അറിയാവുന്നതുകൊണ്ട് ആ പൈസ തന്നെ കൊടുക്കുന്നു. ചിലർക്ക് പിള്ളേർക്കാണെങ്കിലും ഇപ്പൊ വിദ്യാഭ്യാസത്തിന് ലാപ്ടോപ്പും കാര്യങ്ങളും കൊടുക്കുന്നു. അപ്പോൾ പിള്ളേർക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആ അത്രയും കുടുംബത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ചൂഷണമാണ്. അതിന്റെ ഒരു കുറച്ച് മോഡിഫൈ ചെയ്ത ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്നത്. നിങ്ങൾ ആ പൈസക്ക് ലോൺ കൊടുക്കും. കേരളത്തിൽ ലോൺ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് 5 ലക്ഷം രൂപ. അത് നല്ലൊരു ഓപ്ഷനാണ്. ലോൺ കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഗവൺമെന്റിന് കുറെ ആളുകൾ തിരിച്ചടക്കുന്നുണ്ടെ കുറവാണെങ്കിൽ എങ്ങനെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു പലിശ ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷെ നമുക്കൊരു ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യം റോളിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നല്ലതാണ് ലോൺ കൊടുക്കും. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ഒരു സാധനം കൊടുക്കുന്നത് ഒരു നല്ലൊരു രീതിയല്ല. അതുകൊണ്ട് ഫ്രീ ബി ഇപ്പൊ ടി വിക്ക് നമ്മുടെ കേരളത്തിൽ വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. കേരളത്തില് വരാൻ നോക്കിയിരുന്നു, പക്ഷെ നടന്നില്ല. ടി വിക്ക് വരുന്നു പറയുന്നുണ്ട്. പിന്നെ ടി വിക്കയുടെ ഒരു പ്രശ്നം വെച്ചാൽ ടി വിക്കൊക്കെ ആശയമൊന്നുമില്ല. വിജയാണ്. വിജയ് പോയാൽ പോയി. വിജയ് ഇപ്പൊ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ വിജയുടെ MLA പേര് എനിക്കറിയില്ല. വിജയുടെ MLA പേര് അറിയില്ല. അപ്പൊ വിജയാണ്. 108 ആളുകൾ ഡിഗ്രി ഹോൾഡർ ആണ്, PhD ഹോൾഡർ ആണെന്നൊക്കെ നമ്മളൊക്കെ ആയിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള IT പ്രൊഫഷണൽസ് ഒക്കെയാണ് നമുക്കറിയാം. പക്ഷെ അല്ലാതെ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനൊരു ആശയം വേണം. ആം ആദ്മി പോലെയോ വന്നു പോയി. ആം ആദ്മിയിൽ ഒരു വലിയ വിള്ളൽ തന്നെയല്ലേ വന്നിരുന്നത്. അപ്പൊ ഇതിങ്ങനെ വരുമ്പോൾ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ആശയമൊന്നും ഇല്ലാത്തൊരു പാർട്ടി വരുമ്പോൾ അവർ വരുമ്പോൾ വളരെ മാസീവ് ആയിട്ട് വരും. പെട്ടെന്ന് അവരില്ലാതാവും. ഈ സ്പേസിലേക്ക് പലരും കയറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവര് നിലവിലുള്ളൊരു സിസ്റ്റത്തെ ഇല്ലാതാക്കിയായിരിക്കും അവര് വരിക. അവര് വേറെ ചില സമയത്ത് ഗുണമാണ്, ചില പാർട്ടികൾക്ക് ഗുണം, ചില പാർട്ടികൾക്ക് ദോഷമായിരിക്കും. പക്ഷെ വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയവും കാര്യങ്ങളും ഫിലോസഫി എല്ലാം അതങ്ങനെയാണ്. അതൊന്നും ഇല്ലാതെ ഒരു പാർട്ടി മുന്നോട്ട് പോകില്ല. വിജയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ആ സ്റ്റാർട്ടത്തിന്റെ അത് വെച്ചിട്ടാണ് ഇപ്പൊ വോട്ട് എന്താണ് ചെയ്തേക്കുന്നത് അന്ന് നമുക്ക് പറയാം. പിന്നെ പോരാത്തതിന് ഒന്നും കൂടി തനിക്ക് വോട്ട് ചെയ്ത ആളുകളെ കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ കേരളത്തിൽ വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിലെ ആളുകൾ പ്രബുദ്ധരായോണ്ടല്ല വരില്ല എന്ന് പറഞ്ഞത്. കേരളത്തിൽ വരാത്തതിന് വിജയനെ അടുപ്പിക്കൂല. കേരളത്തിലെ എല്ലാ പാർട്ടികളും വിജയനെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഓടിക്കും. കാരണം അങ്ങനെ വിജയൻ ഇങ്ങോട്ട് വരണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ നല്ല കേരളത്തിൽ അങ്ങനെ പ്രബുദ്ധരായ ആൾക്കാരായിട്ടൊന്നുമല്ല. കുറച്ച് സിനിമാ നടന്മാരൊക്കെ ജയിച്ചു പോകാറൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിൽ വരാൻ സാധ്യത കുറവാണ്. കാരണം